താങ്കളുടെ പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയിലാണോ നിലവിലെ സാഹചര്യത്തിലുള്ളത്? കാരണം ആ, ദേശീയ തലത്തിൽ ബി ജെ പി ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്നു, സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ ഭാഗമായിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്നു. ഇതിനൊരു വൈരുദ്ധ്യമില്ല. അത് നിങ്ങളുടെ വീക്ഷണത്തിൻ്റെയും വ്യാഖ്യാനത്തിൻ്റെയും പ്രശ്നമാണ്. പക്ഷേ കൺഫ്യൂസിങ് ആണെന്നുള്ളത് സത്യമാണ്. കേന്ദ്രത്തിൽ ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ കർണാടക യൂണിറ്റും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. അവർ നേരത്തെ കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാഷണലായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പിന്നീട് സ്റ്റേറ്റ് പാർട്ടിയായിട്ട് വന്നപ്പോൾ ഉണ്ടായ ആ രീതിയിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും ഈ പാർട്ടിക്കൊരു രൂപരേഖ, ഒരു സ്ട്രക്ചർ ഉണ്ടാവണമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഘടകത്തിന്റെ അവസ്ഥ എന്താണ്? ഇത് എവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു? ഇങ്ങനെയുള്ള കുറെ അത് അത് ആ ചോദ്യം പ്രസക്തമാണ്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് വിടുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടു, അവരാരും ബന്ധമില്ല, ഒരിടപാടില്ല. അപ്പോൾ നിങ്ങളുടെ എൻറ്റിറ്റി എന്താണെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിന് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഉള്ള സാങ്കേതികത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഘട്ടം. അത് ഞങ്ങൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയിട്ടുന്ന കാത്തിരുന്നാണ് ഞങ്ങളെന്ത്. അപ്പം സംസ്ഥാനത്ത് ഒരു പുതിയ പാർട്ടി രൂപം കൊള്ളേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്നാൽ പോലും ഞങ്ങൾ ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ. കാരണം ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. താങ്കളുടെ ഒക്കെ സഹപ്രവർത്തകരായ ചിലർ ഇതിനു മുമ്പ് തന്നെ ഈ സംവിധാനത്തിൽ നിന്ന് മാറി അവരൊരു ദേശീയ തലത്തിൽ നിൽക്കുന്നു. അവരോടൊപ്പം ചേർന്നായിരിക്കുമോ? അത് ഏതാണ് തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ ഇപ്പോൾ പ്രധാനമായും രണ്ട് മൂന്ന് കക്ഷികൾ, ഒരു കക്ഷി ഇപ്പോൾ പ്രസക്തമായ രണ്ട് കക്ഷികളാണുള്ളത്. ഒന്ന് ലാലു പ്രസാദിൻ്റെ അല്ലെങ്കിൽ മറ്റേ അയാളുടെ മകൻ്റെ ഉള്ള കക്ഷി RJD, മറ്റേതൊന്ന് മുലയം സിംഗിൻ്റെ മകൻ്റെ ഉള്ള അഖിലേഷ് യാദവിൻ്റെ ഈ രണ്ട് കക്ഷികളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പം നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് RJD. അവർക്കൊരു MLA ഉണ്ട്. ആ രീതിയിൽ അവർ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായി, അതായത് നിങ്ങളുടെ പഴയ സഹപ്രവർത്തകരുമായി ഒരു ലയനത്തിലേക്ക്, ആ ഒരു സാധ്യത വിഭാഗത്തിലേക്കുള്ള ലയനത്തിലേക്ക് അല്ല, ആ സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷേ അത് ഏതാണ് കൂടുതൽ അഭികാമ്യം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്താനും, പിന്നെ നേരത്തെ അവരുമായി ചർച്ച നടത്തി അവസാന ഘട്ടത്തിലാണ് അവർ അത് വേണ്ടാന്ന് വയ്ക്കുകയും. ഈ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? കാരണം അവർ രണ്ടുപേര് ഇപ്പോൾ നിയമസഭയിൽ ആണ്. അവർ മത്സരിച്ച ഒരു സാഹചര്യം, ഈ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അത് പെടുമോ തുടങ്ങിയ കുറേയേറെ ആശങ്കകൾ അവരെ സംബന്ധിച്ചുണ്ടല്ലോ. അവർക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ആശങ്കകളുടെ പുറത്താണോ ഇത്തരം ലയന ചർച്ചകൾ? അല്ല, സാങ്കേതികത്വത്തിൽ കുരുങ്ങരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. സാങ്കേതികത്തിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളെങ്കിലും ഓരോ സ്റ്റേറ്റ് യൂണിറ്റുകൾ ആണ് ഞങ്ങൾ. അവരൊരു സ്റ്റേറ്റ് പാർട്ടി, അവരുടെ ഒരു ചിഹ്നത്തിൽ ഞങ്ങൾ മത്സരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാറുണ്ട് എല്ലായിടത്തും. തമിഴ്നാട്ടിലെ അണ്ണാ DMKയുടെ ചിഹ്നം 2 കേരളത്തിലെ കേരള കോൺഗ്രസിൻ്റെ ചിഹ്നം 2 അപ്പോൾ അതിനകത്ത് ഒരു വൈരുദ്ധ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആരുമായാണ് ഞങ്ങൾ നാഷണൽ ലെവലിൽ അല്ല ദേശീയ നേതൃത്വമായിട്ട് ചർച്ച നടത്തി? അതെ, രണ്ടിൻ്റെയും ആളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. RJDയുടെയും SPയുടെയും ദേശീയ അതെ. പിന്നെ ആ കാര്യം ഞങ്ങളുടെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അതിൻ്റെ തീരുമാനം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് സ്വീകരിക്കും. രണ്ടും ഇക്വിഡിസ്റ്റൻ്റ് ആണ്. പക്ഷേ അതിന് ചിലതിൻ്റെതായ ഗുണവും ചിലതിൻ്റെതായ ദോഷവും ഉണ്ടെന്നുള്ള കാര്യം അറിയാം. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ ചിലർ ദേവഗൗഡ വിഭാഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മറ്റൊരു ദേശീയ സംവിധാനം രൂപീകരിച്ചതായി പ്രഖ്യാപിക്കുകയും അവർ ആ രീതിയിൽ നിൽക്കുകയും ഒരു ദേശീയ പ്രസിഡന്റ് അടക്കമുള്ളവരെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ആ വിഭാഗത്തോട് നിങ്ങളുടെ സമീപനം എന്താണ്? അല്ല, ഞങ്ങളിപ്പോൾ അവർ അങ്ങനെ നിലപാട് സ്വീകരിച്ചില്ല. അതൊരു ടേക്ക് ഓഫ് ചെയ്യാത്തൊരു സംഗതിയായി പോയി. അത് ആക്ച്വലി ടേക്ക് ഓഫ് ഇല്ലാതെയായി. കാര്യം അവരങ്ങനെ രൂപീകരിച്ചു എന്നുള്ളതൊക്കെ പത്രവാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പോലും അങ്ങനെ അങ്ങോട്ട് ചുമ്മാ ഏകപക്ഷീയം പ്രഖ്യാപിക്കുക അല്ലല്ലോ വേണ്ട. അതിനകത്തൊക്കെ കൂടിയാലോചനകളും സംഗതികളൊക്കെ നടത്തിയാൽ മാത്രമല്ലേ നമുക്കതൊരു. താങ്കളുടെ ഒക്കെ അടുത്ത സഹപ്രവർത്തകൻ ആണ്. അതിനകത്ത് അല്ല, ഞങ്ങൾ തമ്മിൽ അത് ഞാൻ പറഞ്ഞത്, അത് അവരുടെ അന്നേരം ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, അന്നേരം ഉണ്ടായിട്ടുള്ള ഒരു റിയാക്ഷൻ. ആ വിഭാഗത്തെ അംഗീകരിക്കുന്നില്ല.
ആ വിഭാഗം എന്ന നിലയിൽ അംഗീകരിക്കുന്നില്ല. ആ വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ ആയിട്ട് ഒരുമിച്ച് കയറാനല്ല പറ്റുള്ളൂ. അവിടെ ആ വിഭാഗം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു വലിയൊരു ശ്രമം വേണം. അതൊക്കെ അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടൊക്കെ കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഖിലേന്ത്യാ ഫിഗറൊക്കെ ആവണം. ഇപ്പോൾ RJDയുടെ സെക്രട്ടറി ആയിട്ടുള്ള മറ്റേ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ, അല്ലെങ്കിൽ UPയിലുള്ള അഖിലേഷ് യാദവ് ഒക്കെ ഉള്ള അവരുടെ ഒരു റീച്ച് ഉള്ള ഒരാൾക്കല്ലേ നമുക്കൊരു അഖിലേന്ത്യാ പ്രസിഡന്റ് ആവാൻ പറ്റില്ല. ഇപ്പോൾ ആർക്കും അഖിലേന്ത്യാ പ്രസിഡന്റ് ആവാം. പാർട്ടിയിൽ ഏകാഭിപ്രായമുണ്ട്. അല്ല, അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണല്ലോ പറയാനായിട്ട്. കാരണം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ ചിലപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് പല പല അഭിപ്രായം ഉണ്ടാകും, സ്വാഭാവികമായിരിക്കും. ഇപ്പോൾ എനിക്കുള്ള അഭിപ്രായമാണെന്നില്ല വേറൊരാൾക്കുണ്ടാവണത്. പക്ഷേ അതിൻ്റെ ഒരു സമന്വയം സമവായം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.